ഇനി ഭഗവാന്റെയും കുറൂരമ്മയുടെയും വില്ലുമംഗലം സ്വാമിയാരും ചേർന്നിട്ടുള്ള ഒരു കഥ പറയാം. കുറൂരമ്മയ്ക്ക് സ്വന്തമായി മക്കളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പനെ സ്വന്തം ഉണ്ണിയായിട്ടാണ് അവർ സങ്കല്പിച്ചിരുന്നത്. കുറൂരമ്മയുടെ ഭക്തിയിൽ പ്രസാദിച്ച ഭഗവാൻ ഒരു കൊച്ചുകുട്ടിയുടെ വേഷത്തിൽ കുറൂരമ്മയുടെ വീട്ടിൽ താമസിക്കാനെത്തി. ഒരു ദിവസം കുറൂരമ്മ വീട്ടുജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. കൂട്ടിന് കൂടെയുള്ളതാണെങ്കിൽ ഉണ്ണിക്കണ്ണനാണ്. ഉണ്ണിക്കണ്ണൻ അവിടെ ഇവിടെയും ഒക്കെ നടന്ന് കുസൃതി കാണിക്കുകയാണ്. ആ സമയത്താണ് പ്രശസ്ത പണ്ഡിതനായ വില്ലുമംഗലം സ്വാമിയാർ അവിടെ വരുന്നത്. സ്വാമിയാർ വരുന്നത് കണ്ട് കുറൂരമ്മയ്ക്ക് പരിഭ്രമമായി. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വാമിയാർ വലിയൊരു ഭക്തനാണ്. അദ്ദേഹത്തിനാണെങ്കിൽ ഭഗവാനെ നേരിട്ട് കാണാനും സാധിക്കും. എന്നാൽ കുറൂരമ്മയ്ക്ക് ഭഗവാൻ തൻ്റെ കൂടെയുള്ള ഒരു കുസൃതി കുട്ടിയാണ്. ഇനി തൻ്റെ കുട്ടിയുടെ കുസൃതികൾ കണ്ട് സ്വാമിയാർക്ക് ദേഷ്യം വരുമോ എന്നൊരു ഭയമായിരുന്നു കുറൂരമ്മയ്ക്ക്. പെട്ടെന്ന് ഉണ്ണിക്കണ്ണനെ പിടിച്ച് ഒരു ചെമ്പ് പാത്രത്തിനടിയിൽ അടച്ചു വെച്ചു. എന്നിട്ട് സ്വാമിയാരെ സ്വീകരിച്ചു. സ്വാമിയാർ ധ്യാനത്തിലായിരുന്നു. അദ്ദേഹം എപ്പോഴും ഹൃദയത്തിൽ കാണാറുള്ള ഭഗവാന്റെ രൂപമാണെങ്കിൽ അന്ന് തെളിയൊന്നുമില്ല. അദ്ദേഹം ആകെ അസ്വസ്ഥനായിട്ട് ചുറ്റും നോക്കി. ഒടുവിലോ ദിവ്യദൃഷ്ടി കൊണ്ട് അദ്ദേഹം ആ സത്യം മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, അല്ലയോ കുറൂരമ്മേ, ഈ ലോകം മുഴുവനും കാത്തു രക്ഷിക്കുന്ന ആ പരമാത്മാവിനെ താങ്കൾ ഒരു പാത്രത്തിനടിയിൽ തടവിലാക്കിയോ? ഭയന്നുപോയ കുറൂരമ്മ പാത്രം മാറ്റിയപ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഭക്തയുടെ സ്നേഹത്തിന് മുന്നിൽ ഭഗവാൻ വെറും ഒരു കുട്ടിയായി മാറുകയായിരുന്നു. പാണ്ഡിത്യത്തെക്കാളും അറിവിനേക്കാളും ഭഗവാന് പ്രിയപ്പെട്ടത് ഭക്തൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വാത്സല്യവും സ്നേഹവുമാണ് എന്നതാണ് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.